ഹായ് ഹലോ എല്ലാവർക്കും പി എസ് സി എസ്പിരൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് നവംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർസാണ്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് കിടക്കാം. 2026 AI ഇമ്പാക്റ്റ് സമ്മിറ്റ് വേദി ഇന്ത്യ. 2026 AI ഇമ്പാക്റ്റിൻ്റെ സമ്മിറ്റിൻ്റെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2026 21ാമത് G20 വേദി അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 2025 G20 നടന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ്. 2025 G20 നടന്നത്. കേരള ബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായത് പി മോഹനനാണ്. വൈസ് പ്രസിഡൻറ്റ് TV രാജേഷ്. നിലവിലെ കേരള ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് പി മോഹനൻ. 2025 ലോക വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളായത് ഇന്ത്യയാണ്. കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നത് ധാക്ക, ബംഗ്ലാദേശിൽ ധാക്കയിൽ വെച്ചിട്ടാണ് കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2026 AI ഇമ്പാക്റ്റ് സമ്മിറ്റിൻ്റെ വേദി ഇന്ത്യ. 2026 21ാമത് G20 വേദി മിയാമി അമേരിക്ക. കേരള ബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായത് പി മോഹനൻ. വൈസ് പ്രസിഡൻറ്റ് TV രാജേഷ്. 2025 ലോക വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ഇന്ത്യ. വേദിയായിരുന്നത് ധാക്ക, ബംഗ്ലാദേശ്. അടുത്തത് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായിട്ടുള്ളത് ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത്തെ, അതായത് നിലവിലെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി ആയിരുന്നു. ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 2025 20ാമത് G20 വേദി ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 വേദി അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന സ്ഥലത്ത്. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ. ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ നഗരസഭയാണ് ശ്രീകണ്ഠപുരം, കണ്ണൂരിലെ ശ്രീകണ്ഠപുരം. അപ്പോൾ 53ാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. 52ാമത് BR ഗവായി. 2025 20ാമത് G20 വേദി സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. 2026 21ാമത് G20 വേദി അമേരിക്കയിലെ മിയാമി. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ ശ്രീകണ്ഠപുരം, കണ്ണൂർ. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും ചുമതലയേറ്റത് നിതീഷ് കുമാറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി 10 തവണ ചുമതലയേൽക്കുന്നത്. അത് നിതീഷ് കുമാറാണ്, ബീഹാറിൻ്റെ മുഖ്യമന്ത്രി. 2025 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടമാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പെൻഗ്വിനുകളുടെ വൻകരയിൽ. 2025 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മുത്തേടം. കൃതി പെൻഗ്വിനുകളുടെ വൻകരയിൽ. 2025 ഹരിത ഗതാഗതം അവാർഡ് നേടിയത് കൊച്ചി മെട്രോ ആണ്. 2025 ഹരിത ഗതാഗതം അവാർഡ് നേടിയത് കൊച്ചി മെട്രോ. അപ്പോൾ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 10ാം തവണയും ചുമതലയേറ്റത് നിതീഷ് കുമാർ. 2025 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടം. കൃതി പെൻഗ്വിനുകളുടെ വൻകരയിൽ. 2025 ഹരിത ഗതാഗതം അവാർഡ് നേടിയത് കൊച്ചി മെട്രോ. അടുത്തത് 37ാമത് ജിമ്മി ജോർജ് അവാർഡ്. 37ാമത് ജിമ്മി ജോർജ് അവാർഡ് നേടിയത് എൽദോസ് പോളാണ്. ട്രിപ്പിൾ ജമ്പ് താരാണ്. മലയാളിയാണ് എൽദോസ് പോൾ. ട്രിപ്പിൾ ജമ്പ് താരാണ്. 37ാമത് ജിമ്മി ജോർജ്, എൽദോസ് പോളിന് ട്രിപ്പിൾ ജമ്പ് താരം. ഇന്ത്യയിലെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂർ. ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ഷഫാലി വർമ്മയാണ്. വനിതാ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷഫാലി വർമ്മയാണ് ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ 37ാമത് ജിമ്മി ജോർജ് അവാർഡ് എൽദോസ് പോൾ, ട്രിപ്പിൾ ജമ്പ് താരം. ഇന്ത്യയിലെ ആദ്യ സിൽക്ക് മ്യൂസിയം വരുന്നത് മൈസൂർ. ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ഷഫാലി വർമ്മ, ക്രിക്കറ്റ് താരം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 4ാമത് റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി 2. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 4ാമത് റിസർച്ച് സ്റ്റേഷൻ മൈത്രി 2. അന്റാർട്ടിക്കയിൽ തന്നെയുള്ള ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി, ഭാരതി ഒക്കെ. ഇപ്പോൾ പുതുതായിട്ട് വരുന്നതാണ് മൈത്രി 2. അതുപോലെ ആർട്ടിക്കിലുള്ള ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻ ഹിമാദ്രി എന്നാണ് പേര്. 2026 പുരുഷ വനിത ഹോക്കി ലോകകപ്പിൻ്റെ വേദി ബെൽജിയവും നെതർലാൻഡുമാണ്. 2026 പുരുഷ വനിത ഹോക്കി ലോകകപ്പിൻ്റെ വേദി ബെൽജിയം ആൻഡ് നെതർലാൻഡ്.
2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി അഹമ്മദാബാദ്. ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. സ്വീഡൻ. അപ്പോൾ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 4ാമത് റിസർച്ച് സ്റ്റേഷൻ മൈത്രി 2. 2026 പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിൻ്റെ വേദി ബെൽജിയം നെതർലാൻഡും. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി അഹമ്മദാബാദ്. ആദ്യ കറൻസി രഹിത രാജ്യം സ്വീഡൻ. അടുത്തത് 2025 ഡേറ്റ് അല്ല, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഡെയ്റ്റൺ സാഹിത്യ പുരസ്കാരം ആണ്. ഡെയ്റ്റൺ. ഓക്കെ. 2025 ഡെയ്റ്റൺ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സൽമാൻ റുഷ്ദി. 2025 ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. മൊത്തം 127 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 2025 ലോക പട്ടിണി സൂചിക ഇന്ത്യ 102. 2025 ബുക്കർ പ്രൈസ് ജേതാവാണ് ഡേവിഡ് സെല്ലോ. ബുക്കർ പ്രൈസ് ജേതാവ് ഡേവിഡ് സെല്ലോ ആണ്. ബുക്കർ പ്രൈസിന് അർഹനാക്കിയ നോവൽ എന്ന് പറയുന്നത് ഫ്ലഷ് ആണ്. ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഹംഗേറിയക്കാരനാണ് ഡേവിഡ് സെല്ലോ. 2025 കോപ്പ് 30 വേദി ബെലം ബ്രസീൽ. 2025 കോപ്പ് 30 വേദി ബെലം ബ്രസീൽ. 2026 കോപ്പ് 31 വേദി തുർക്കിയാണ്. 2026 കോപ്പ് 31 വേദി തുർക്കി. 2027 കോപ്പ് 32 വേദി എത്യോപ്യ. അപ്പോൾ 25 കോപ്പ് 30 ബെലം ബ്രസീൽ. 2026 കോപ്പ് 31 വേദി തുർക്കി. 2027 കോപ്പ് 32 വേദി എത്യോപ്യ. ഒന്നുകൂടെ നോക്കാം. 2025 ഡെയ്റ്റൺ സാഹിത്യ പുരസ്കാരം സൽമാൻ റുഷ്ദി. 2025 ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. മൊത്തം 127 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 2025 ബുക്കർ പ്രൈസ് ജേതാവ് ഡേവിഡ് സെല്ലോ. ആദ്യത്തെ ഹംഗേറിയക്കാരനാണ്. നോവല് ഫ്ലഷ്. 2025 കോപ്പ് 30 വേദി ബെലം ബ്രസീൽ. കോപ്പ് 31 വേദി തുർക്കി. കോപ്പ് 32 വേദി എത്യോപ്യ. ദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചത് നവംബർ 1, 2025. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിനെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചത്. 2025 എഴുത്തച്ഛൻ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ അവാർഡ് KG ശങ്കരപ്പിള്ള. 2024 55ാമത് സ്റ്റേറ്റ് ഫിലിം അവാർഡ്, മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് മമ്മൂട്ടിയാണ്. 7ാം തവണയാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അപ്പോൾ മുന്നേ കിട്ടിയിട്ടുള്ള വർഷങ്ങളൊന്ന് നോക്കാം. 1984 ആദ്യമായിട്ട് ലഭിച്ചത് അത് അടിയൊഴുക്കിന്. അടിയൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. 1989 വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം എന്നീ സിനിമകൾക്ക്. 1994 പൊന്തമ്മാട, വിധേയൻ, വാത്സല്യം എന്നീ സിനിമകൾക്ക്. 2004 കാഴ്ച. അതുപോലെ 2009 പാലേരി മാണിക്യം. 2022 നൻപകൽ നേരത്ത് മയക്കം. പിന്നെ ഇപ്പോൾ 2024 ഭ്രമയുഗം. 2025 2024 55ാമത് ഫിലിം അവാർഡാണ്. മികച്ച നടൻ മമ്മൂട്ടിയാണ്. 7ാമത്തെ തവണ. 1984, 89, 1994, 2004, 2009, 2022, 2024. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. അത് ദക്ഷിണാഫ്രിക്കയിലാണ് തോൽപ്പിച്ചത്. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനായ ലോറ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. അതിദാരിദ്ര്യമുക്തമായി കേരളത്തിനെ പ്രഖ്യാപിച്ചത് നവംബർ 1, 2025. 2025 എഴുത്തച്ഛൻ അവാർഡ് KG ശങ്കരപ്പിള്ള. 2024 55ാമത് സംസ്ഥാന അവാർഡ് മികച്ച നടൻ മമ്മൂട്ടി. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ജേതാക്കളായത് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. അടുത്തത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് കോട്ടയ്ക്കൽ.
നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ നഗരസഭയായത് ശ്രീകണ്ഠപുരം കണ്ണൂർ. ഇത് അർബുദ സാക്ഷരത നേടുന്ന ആദ്യത്തെ നഗരസഭയാണ് കോട്ടയ്ക്കൽ. 2026 ICC പുരുഷ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് 2026 നടക്കുന്ന ICC പുരുഷ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഹരിയാന വനിതാ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ക്രിക്കറ്റ് താരമാണ് ഷഫാലി വർമ്മ. UN റിപ്പോർട്ട് പ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള നഗരം അത് ജക്കാർത്ത, ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം എന്ന് പറയുന്നത് ജക്കാർത്ത, ഇന്തോനേഷ്യ. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ധാക്കയാണ്, ബംഗ്ലാദേശിലെ ധാക്ക. തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ടോക്കിയോ ആണ്, ജപ്പാനിലെ ടോക്കിയോ. ഫോർത്ത് ആണ് നമ്മുടെ ഡൽഹി ഉള്ളത്. അതുപോലെ 8ാമത്തെ സ്ഥാനത്താണ് കൊൽക്കത്ത ഉള്ളത്. അപ്പോൾ UN റിപ്പോർട്ട് പ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ജക്കാർത്ത, ഇന്തോനേഷ്യ. സെക്കൻഡ് ധാക്ക, തേർഡ് ടോക്കിയോ, 4ാം സ്ഥാനമാണ് ഡൽഹിക്ക്, 8ാമത്തെ സ്ഥാനം കൊൽക്കത്ത. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയതാണ് നാസ ISRO സംയുക്ത ഉപഗ്രഹമായിട്ടുള്ള നിസാർ. അത് വിക്ഷേപിച്ചത് 2025 ജൂലൈ 30-നാണ്. അപ്പോൾ നിസാർ വിക്ഷേപിച്ചത് 2025 ജൂലൈ 30-ന്. അടുത്തത് ഇന്ത്യയുടെ ഡ്രോൺ സിറ്റി എന്നറിയപ്പെടുന്നത് കുർണൂല്, ആന്ധ്രാപ്രദേശാണ്. ഡ്രോൺ സിറ്റി എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ കുർണൂല്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്നുള്ള പദവി ലഭിച്ചിട്ടുള്ളത് ലക്നൗ ആണ്, ഉത്തർപ്രദേശിലെ ലക്നൗ. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി ഉത്തർപ്രദേശിലെ ലക്നൗ, യുനെസ്കോൻ്റെ ആണ്. പിന്നെ വരുന്നതാണ് ഇന്ത്യയിലെ 2ാമത് നീളം കൂടിയ റെയിൽവേ പാലം വരുന്നത് നയാഗഡ്, ഒഡീഷ. അതാണ് 2ാമത്തെ നീളമേറിയ റെയിൽവേ പാലം. അതിൻ്റെ നീളം വരുന്നത് 4.77 കിലോമീറ്റർ ആണ്. അടുത്തത് 2025 മിസ് യൂണിവേഴ്സ് ആയത് ഫാത്തിമ ബോഷാണ്. ഫാത്തിമ ബോഷ് മെക്സിക്കോ കാര്യമാണ്. വേദിയായിരുന്നത് തായ്ലാൻഡ്. മിസ് യൂണിവേഴ്സിൻ്റെ വേദി തായ്ലാൻഡ്. വിന്നറായത് ഫാത്തിമ ബോഷ് മെക്സിക്കോ.